നമസ്കാരം. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് 23-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലിപ്പോൾ ഏറ്റവും ചൂടേറിയ ചർച്ചയായി, രാഷ്ട്രീയ ചർച്ചയായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയമായി വികസിച്ചു വരുന്നത് ചലച്ചിത്ര താരം വിജയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയായ തമിഴക വെട്രിക്കഴകം അഥവാ TVK NDAയുമായി സഖ്യം ഉണ്ടാക്കുമോ, NDAയിൽ പ്രവേശിക്കുമോ എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയമായി തമിഴ്നാട്ടിൽ പ്രചരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ തമിഴക വെട്രിക്കഴകം NDA സഖ്യവുമായി ചേർന്നാൽ രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് 49 മുതൽ 51% വരെ വോട്ടുകൾ നേടി സുഗമമായി തന്നെ അവർ അധികാരത്തിലെത്തുകയും വളരെ സരളമായി DMKയെ അധികാരത്തിൽ നിന്ന് ഇറക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയ വിദഗ്ധരുടെയും അഭിപ്രായം. അപ്പോൾ അത് NDA മുന്നണിക്ക് അറിയാം, വിജയ്ക്കും ഒരു തരത്തിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനേക്കാളും ഉപരി DMKയ്ക്ക് അത് വ്യക്തമായി അറിയാമെന്നുള്ളതാണ് അവരുടെ നടപടികൾ നമ്മളോട് പറയുന്നത്. കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ DMK ഏതെങ്കിലും തരത്തിൽ വിജയ് NDA മുന്നണിയുമായി ചേരുന്നത് തടയുവാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് അണിയറയിലും നടത്തുന്നുണ്ട്, പ്രത്യക്ഷത്തിലും നടത്തുന്നുണ്ട്. അണിയറയിൽ അവർ നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണത്രേ ഈ വിജയുടെ വിവാഹമോചനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലും, അതായത് വിജയുടെ ഭാര്യ സംഗീത കോടതിയിൽ മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച ഹർജിയുടെ വിശദ വിവരങ്ങൾ ഈ ഫെബ്രുവരി 27-ാം തീയതി, കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി പുറത്തു വന്നത് തന്നെ ഈ DMKയുടെ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് TVK അണികളും TVKയിലെ പ്രധാന നേതാക്കളും ആരോപിക്കുന്നത്. അപ്പോൾ ഇത് DMKയുടെ പ്രത്യക്ഷത്തിലുള്ള കരുനീക്കങ്ങളാണ്. അണിയറയിൽ തന്നെ അവരുടെ ചതിക്കുഴികളും എല്ലാം ഒരുക്കി DMK കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ DMKയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മറ്റൊരു ചതിക്കണി വിജയെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന മറ്റൊരു അഭിപ്രായം. രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാത്രമല്ല, ഈ തമിഴക വെട്രിക്കഴകത്തിനുള്ളിൽ തന്നെയുള്ള പ്രമുഖരായ മുതിർന്ന നേതാക്കൾക്കും ആ ഒരു അഭിപ്രായമുണ്ട്. അതെന്താണ് ആ ചതിക്കണികൾ എന്നുള്ളതാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. ആ ചതിക്കണികൾ വളരെ അപകടം പിടിച്ചൊരു രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ കാണിക്കുന്നതാണ്. കാരണം ഞാൻ മുൻപ് തന്നെ ഈ വിജയുടെ വിജയസാധ്യതകളെയും അല്ലെങ്കിൽ പരാജയ സാധ്യതകളുടെയും വിജയുടെ ഒരു രാഷ്ട്രീയത്തിൽ, തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് ഉണ്ടാക്കുവാൻ പോകുന്നൊരു സ്വാധീനം എന്തായിരിക്കുമെന്നുള്ള ഒരു വിശകലനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വിജയ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളിൽ ചിലരെയാണ്. അത് ജോൺ ആരോഗ്യസ്വാമിയാണെങ്കിലും ആദവ് അർജുനയാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഈ DMKയുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾക്ക് വേണ്ടി, അതായത് എടുത്തു പറയുകയാണെങ്കിൽ വിടുതലൈ സിരുത്തെ കക്ഷി എന്നൊരു VCK എന്നൊരു കക്ഷിയുണ്ട്. തിരുമാവളവൻ നേതൃത്വം നൽകുന്ന VCKയിൽ അംഗമായിരുന്നു ഈ ആദവ് അർജുന. ആ VCKയ്ക്ക് വേണ്ടി ഒരു ചാരനായിയാണ്, അതായത് ഫലത്തിൽ DMKയ്ക്ക് വേണ്ടി, VCK എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തത്വത്തിൽ DMKയുടെ അടിമയാണ്. തമിഴൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തടിമയായി കിടക്കുന്ന, കാലടിയിൽ കിടക്കുന്ന ഒരു കക്ഷിയായി VCK മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. ആ VCKയ്ക്ക് വേണ്ടി ഫലത്തിൽ DMKയ്ക്ക് വേണ്ടി TVKയിൽ, അതായത് വിജയുടെ കക്ഷിയിൽ ചാരപ്പണിക്ക് വന്ന വ്യക്തിയാണ് ആദവ് അർജുന എന്നുള്ളതാണ് TVKയിലെ തന്നെ പല മുതിർന്ന നേതാക്കളും രഹസ്യമായി മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക. അപ്പോൾ അതിൻ്റെ പല തെളിവുകളും ആദവ് അർജുന കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണത്തിന് ആദവ് അർജുന TVKയിൽ അണിചേർന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി, ഒരു നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തിന്, അല്ലെങ്കിൽ TVK ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ്, തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന കാലഘട്ടം പോലുമല്ല, ഏതാണ്ട് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ്, പോട്ടെ 1 വർഷം മുമ്പ്, ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, 1 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1 വർഷത്തിന് മുമ്പ് ഒരു നിയോജക മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടിയൊരു സമ്മേളനത്തിൽ വിജയൊന്നും പങ്കെടുത്തിരുന്നില്ല. ആദവ് അർജുനയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ഖുറാനിൽ തൊട്ട് ആദവ് അർജുന ഒരു സത്യം ചെയ്തു, തമിഴക വെട്രിക്കഴകം ഒരിക്കലും BJPയുമായി സഖ്യമുള്ള ഒരു മുന്നണിയിലും ചേരുകയില്ല എന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. ആ ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ TVKയിലെ മറ്റ് പ്രമുഖ നേതാക്കൾ പറയുന്നത് ഈ പ്രവൃത്തി ആദവ് അർജുന ചെയ്തത് വിജയുടെ അറിവോടുകൂടിയല്ല, അറിവോടോ സമ്മതത്തോടോ കൂടിയല്ല എന്നാണ്. അതൊന്നാമത്തെ പ്രവൃത്തി. രണ്ടാമത്തെ ഒരു കാര്യം പറയപ്പെടുന്നത്, ഈ കരൂരിൽ വിജയുടെ പാർട്ടിയുടെ ഒരു റോഡ് ഷോയും സമ്മേളനവും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദുരന്തമുണ്ടാകുകയും 41ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തൊരു സംഭവമുണ്ടായി.
ആ ദുരന്ത സംഭവത്തിൻ്റെ പ്രധാന കാരണം ആദവ് അർജുനയാണെന്നുള്ളതാണ്. അതായത് TVKയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന കാരണം. അതിൻ്റെ മറ്റ് ആസൂത്രകർ പുറത്തുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. അതിനെക്കുറിച്ച് CBI അന്വേഷണം നടക്കുന്നതുമുണ്ട്. പക്ഷേ TVKയുടെ ഭാഗത്തു നിന്നുണ്ടായ ആസൂത്രണങ്ങളിൽ പിഴവുകൾ വരുത്തി വിജയി അവിടെ താമസിച്ചെത്തുവാൻ നിർബന്ധിച്ച് എന്നാലേ ഒരു ആളുകൾ കൂടി ഒരു മാസ് ഷോ കാണിക്കാൻ ഒക്കൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാസ് ഷോ സാധ്യമാകൂ എന്ന് വിജയിയെ ധരിപ്പിച്ച് വിജയിയെ വൈകി അവിടെ എത്തിച്ച് ജനക്കൂട്ടം കൂടി അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആ സമ്മേളന വേദിയിലേക്ക്, വേദി എന്ന് പറയുന്നത് ഒരു 4 കൂടിയ കവല പോലുള്ളൊരു സ്ഥലമാണ്, അവിടേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴി മാത്രമാക്കി മറ്റു വഴികളെല്ലാം അടച്ച് ആസൂത്രണം ചെയ്തത് ആദവ് അർജുനയാണ് എന്നുള്ളൊരു ആരോപണം TVKയ്ക്കുള്ളിൽ തന്നെ ശക്തമാണ്. ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം നമുക്ക് ഒരു നിമിഷത്തേക്ക് കണ്ണടച്ച് അതൊരു ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ആദവ് അർജുന പെട്ടെന്ന് പുറമേ നിന്ന് വന്ന് VCKയിൽ നിന്ന് വന്ന് TVKയിൽ ചേർന്നത് കൊണ്ട് ഉണ്ടായ, അല്ലെങ്കിൽ ചേർന്ന് ഉടനെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക്, ജനറൽ സെക്രട്ടറി പോലുള്ള സ്ഥാനങ്ങളിലേക്ക് ആദവ് അർജുനെ വിജയ് നിയമിച്ചതിൻ്റെ അസൂയയാണ് മറ്റു നേതാക്കൾക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആദവ് അർജുന നടത്തിയൊരു പ്രസ്താവന പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമാണെന്ന് തോന്നാമെങ്കിലും വളരെ അപകടകരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് വിജയെ സംബന്ധിച്ച്. എന്തായിരുന്നു ആ പ്രസ്താവന എന്നൊന്ന് പരിശോധിച്ചാൽ ആദവ് അർജുന പറഞ്ഞത് വിജയ് വളരെ ധീരനായൊരു നേതാവാണ്, ധീരനായൊരു വ്യക്തിയുമാണ്. കാരണം രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് തൻ്റെ ജീവിതത്തിലും കരിയറിലും, അതായത് ജനനായകൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഇപ്പോൾ സെൻസർ ബോർഡിൽ കുടുങ്ങിക്കിടക്കുന്നതിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ആദവ് അർജുന ഉദ്ദേശിച്ചത്. ആ പ്രശ്നങ്ങളെല്ലാം തനിക്ക് ഉണ്ടാകുമെന്ന് വിജയ്ക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. ഒരുപാട് ഭീഷണികളും പ്രലോഭനങ്ങളും വിജയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം അവഗണിച്ചും അവയെല്ലാം മറികടന്നുമാണ് വിജയ് ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നത്. വിജയ് 2026 തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ വിജയിയെ പ്രശംസിച്ച് പുകഴ്ത്തി വിജയുടെ രാഷ്ട്രീയ കക്ഷിയിലെ ഒരു നേതാവ് ചെയ്തൊരു പ്രസംഗമായി നമുക്കതിനെ കാണാമായിരുന്നു. പക്ഷേ ആദവ് അർജുനെ അവിടെ നിർത്തിയില്ല. അദ്ദേഹം തുടർന്ന് ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്തി. 1996 അതിനുശേഷം ഈ കോവിഡിന് തൊട്ടു മുമ്പുള്ള കാലത്തും രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാൻ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് തൊട്ടു മുമ്പല്ല, കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന, കോവിഡ് ഏതാണ്ട് ഒരു പരിസമാപ്തിയിലെത്തുന്ന അവസരത്തിൽ രജനീകാന്ത് സ്വന്തം രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപിക്കുകയും, അതിൻ്റെ ഒരു കൃത്യമായ കാലഘടന എനിക്കിപ്പോൾ കിട്ടുന്നില്ല, കോവിഡിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുകയും കോവിഡിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവത്തിൻ്റെ ഒരു ഘടന പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായത് രജനീകാന്ത് രാഷ്ട്രീയ കക്ഷി പ്രഖ്യാപിച്ചപ്പോൾ DMKയിൽ നിന്ന്, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രി സ്റ്റാലിനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വരികയും അദ്ദേഹം ഭയന്ന് പിൻവാങ്ങുകയും ചെയ്തു. അതുപോലെ അല്ല വിജയ് എന്നൊരു പ്രസ്താവനയും കൂടി ഇതിൻ്റെ കൂടെ ആദവ് അർജുന കൂട്ടിച്ചേർത്തു. ധീരനായ വിജയ്, ഭീരുവായ രജനീകാന്ത് എന്നൊരു പ്രതിച്ഛായ തമിഴക ജനതയുടെ മുന്നിലേക്ക് ആദവ് അർജുന വെച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ സൂപ്പർ സ്റ്റാർ, യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് സംബന്ധിച്ചൊരു തർക്കം ഒരു സിനിമയുടെ ആഘോഷവേളയിൽ സിനിമാ താരം ശരത് കുമാർ വിജയിയാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ രജനിയുടെ ആരാധകരും വിജയുടെ ആരാധകരും തമ്മിൽ നടക്കുന്നുണ്ട്. ആ ഒരു തർക്കം ഒരു വലിയ വഴക്കുകളായും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരമുള്ള അധിക്ഷേപങ്ങളായും ഒക്കെ പടർന്നു പിടിച്ച്, കാട്ടുതീ പോലെ പടർന്നു പിടിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നൊരു തർക്കമാണത്. അതിനിടയിലാണ് ആദവ് അർജുന ഇത്തരത്തിലൊരു പടക്കം കൊളുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്ര വലിപ്പത്തിലുള്ള പടക്കമായി പൊട്ടിത്തെറിക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ രജനിയുടെ ആരാധകരുടെ വലിപ്പം അറിയണം. ഒട്ടും മോശമല്ലാത്തൊരു ആരാധക വൃന്ദം വിജയിക്കുമുണ്ട്. ഇനി ഇതിന് രജനിയുടെ ആരാധകർ പ്രതികരിക്കുകയും അവർ തമ്മിലുള്ളൊരു വഴക്ക് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, വിജയുടെ ആരാധകരുടെ പേരിൽ അവർക്ക് തീരെ വിവരമില്ലാത്ത, പക്വതയില്ലാത്ത ആരാധകരാണ് അവർ എന്നുള്ളൊരു ചീത്തപ്പേര് ഇപ്പോൾ തന്നെയുണ്ട്. അത് കൂടുതൽ ആഴത്തിൽ പതിയും ആ ഒരു പ്രതിച്ഛായ വിജയുടെ ആരാധകരുടെ മേൽ. രണ്ടാമത്തെ പ്രശ്നം, രജനീകാന്ത് എന്ന വ്യക്തി RSSുമായി വളരെ അടുപ്പം പുലർത്തുന്നൊരു വ്യക്തിയാണ്. അത് തമിഴ്നാട്ടിലെ ഗുരുമൂർത്തി തുടങ്ങിയ പ്രധാനപ്പെട്ട RSS നേതാക്കളിലൂടെ RSSുമായി വളരെയധികം അടുപ്പം പുലർത്തുന്നൊരു വ്യക്തിയാണ്. ഏതെങ്കിലും തരത്തിൽ രജനീകാന്തിന് വിജയിയോടൊരു അതൃപ്തി, ഇപ്പോൾ DMKയുമായിട്ട് ചേർന്ന് നിന്ന് സിനിമകൾ ചെയ്യുന്ന രജനീകാന്ത് ഞാൻ വിജയ്ക്കെതിരാണെന്ന് പറഞ്ഞാൽ അത് RSSന് പ്രശ്നമാകില്ല. പക്ഷേ ഇത്തരത്തിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന,
ആളുകൾ വിജയുടെ രാഷ്ട്രീയ കക്ഷിയിലുണ്ട്, അതെനിക്ക് മനോവിഷമമുണ്ടാക്കി എന്നുള്ള തരത്തിൽ രജനീകാന്ത് ഒരു സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും പ്രതികരിച്ചാൽ ഗുരുമൂർത്തി ഉൾപ്പെടെയുള്ളവർ വിജയ്ക്ക് എതിരാകാൻ സാധ്യതയുണ്ട്. അത് വിജയുടെ NDA പ്രവേശനത്തെ ബാധിക്കും. ഇതൊരു വിദൂര സാധ്യത മാത്രമാണ്. പക്ഷേ ഈ യാദവർജന ഇപ്പോൾ ഇത് തുടങ്ങി വച്ചിരിക്കുന്നത് ഒരു തടസ്സത്തിൻ്റെ തുടക്കമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്തിനുള്ള തടസ്സം? വിജയുടെ NDA പ്രവേശനം ഏത് വിധേനയും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിജയുടെ വഴിത്താരകളിൽ DMKയുടെ ചതിക്കുഴികളും തടസ്സങ്ങളും വിതറുന്നതോ കുഴിക്കുന്നതോ അല്ലെങ്കിൽ കുഴിക്കുന്നതോ വിതറുന്നതോ ആയ പ്രക്രിയയുടെ തുടക്കം മാത്രമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും തമിഴക വെട്രിക്കഴകത്തിനുള്ളിലെ ആദവർജുനയുടെ എതിരാളികളും പറയുന്നത്. ആദവർജുനയുടെ എതിരാളികൾ എന്നുള്ളത് ഞാൻ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ തമിഴക വെട്രിക്കഴകത്തിൽ ഇത് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഒരു മുതിർന്ന നേതാക്കളെന്ന് തന്നെ പറയാം. കാരണം 3 വർഷമേ ആയിട്ടുള്ളൂ ആ പാർട്ടി നിലവിൽ വന്നിട്ട്. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ എന്നുള്ളത് വളരെ ഒരു ലൂസായി ഉപയോഗിക്കേണ്ട ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലെടുത്താൽ മതി. പക്ഷേ പ്രമുഖ നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ചതിക്കുഴികൾ ഒരുക്കുവാനും വിജയുടെ NDA പ്രവേശനത്തെ ഏത് വിധേനയും തടയുവാനും DMK പരമാവധി സഹായിക്കുകയാണ് ആദവർജുന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇനിയും വിജയുടെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാനും വിജയുടെ ഒരു പാതയിൽ ഇത്തരം മുള്ളും ആണിയും അള്ളുമൊക്കെ വിതറുവാനോ ആദവർജുന ശ്രമിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിശകലന വീഡിയോയിൽ വിശദമാക്കിയിട്ടുള്ളതാണ്. ഈ ആദവർജുന ആരാണ് എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനാണ് ആദവർജുന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിടുതല ഇസിരത്തെ കക്ഷി VCK എന്നുള്ള ഒരു പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ട തിരുമാവളവൻ എന്ന നേതാവിനാൽ സ്ഥാപിക്കപ്പെട്ട പാർട്ടിയാണ് VCK. ആ പാർട്ടിയുടെ ഒരു പ്രമുഖ അംഗമായിരുന്നു. അതിൻ്റെ IT വിങ്ങും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന വിഭാഗത്തിൻ്റെ തലവനുമൊക്കെയായിരുന്നു ആദവർജുന. അവിടെ വെച്ച് പലപ്പോഴും സ്റ്റാലിനുമായി അധികാരത്തിൽ പങ്കുചോദിച്ചു. അതായത് ഞങ്ങൾക്കും മന്ത്രിസഭയിൽ സ്ഥാനം വേണമെന്നുള്ള കാര്യം ഉയർത്തി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി സ്വയം പുറത്തിറങ്ങി തമിഴക വെട്രിക്കഴകത്തിൽ ചേർന്ന വ്യക്തിയാണ് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനായ, അതായത് മകളുടെ ഭർത്താവായ ആദവർജുന. അന്നേ വിജയോട് അടുപ്പമുള്ളവർ പറയാറുണ്ട്, പ്രത്യേകിച്ച് വിജയ്ക്ക് ഇപ്പോൾ അധികം ബന്ധമൊന്നുമില്ലാത്ത ഒരു കാലത്ത് വിജയിൽ രാഷ്ട്രീയ മോഹം വിതച്ചതിൻ്റെ ഏക കാരണമായ വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ആദവർജുനയെ സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. ഇത് DMKയുടെ ചാരനാകുവാൻ സാധ്യതയുണ്ട്. DMKയ്ക്ക് വേണ്ടി VCKയിൽ തിരുമാവളവൻ തമിഴക വെട്രിക്കഴകത്തിലേക്ക് വിട്ടൊരു ചാരനാണ് ആദവർജുന. അങ്ങനെ ആകുവാൻ സാധ്യതയുണ്ട്. SA ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും വിജയ്ക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്ന് SAC എന്നുള്ളത് SA ചന്ദ്രശേഖരുടെ ചുരുക്കപ്പേരായിട്ട് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതാണ്. SAC ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ദൗർഭാഗ്യവശാൽ ബുഷി ആനന്ദ്, ജോൺ ആരോഗ്യസ്വാമി, ആദവർജുന തുടങ്ങിയ പുതിയ കൂട്ടുകാരുടെ ഒരു വലയത്തിനുള്ളിലാണ് വിജയ് ഇപ്പോൾ അവർ പറയുന്നത് മാത്രമേ ചെവിക്കൊള്ളാറുള്ളൂ. അത്തരത്തിലാണ് വിജയ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നുകിൽ DMKയുടെ നേരത്തെ പറഞ്ഞതുപോലെ തമിഴൻ്റെ ഭാഷയിൽ കൊത്തടിമയായി വിജയ് അവസാനിക്കും. ഒരു രാജ്യസഭാ സീറ്റ് വിജയ്ക്ക് കിട്ടിയാലായി തമിഴക വെട്രിക്കഴകം എന്നുള്ളത് ഒരു ലെറ്റർ പാഡ് രാഷ്ട്രീയ കക്ഷിയായി, ലെറ്റർ പാഡിൽ വല്ലപ്പോഴുമൊക്കെ ഒരു പ്രസ്താവന ഇറക്കുവാൻ മാത്രം ഉതകുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറും. അല്ല എങ്കിൽ പൂർണ്ണമായും വിജയ് ഒറ്റയ്ക്ക് നിന്ന് DMKയെ സത്യത്തിൽ എതിർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ പരാജയം നേരിടേണ്ടി വരുമെന്നുള്ളത് മാത്രമല്ല, തിരിച്ചധികാരത്തിലെത്തുവാൻ ഏറെ സാധ്യതകളുള്ള DMK അങ്ങനെ അധികാരത്തിലെത്തിയാൽ അവർ നടത്തുന്ന പ്രതികാര നടപടികളിൽ വിജയ് ഏതാണ്ട് നാമാവശേഷനായി വിസ്മൃതികളിലേക്ക് മറഞ്ഞ ഒരു പഴയ സിനിമാ താരമായി അവസാനിക്കും. ഇതാണ് വിജയുടെ മുമ്പിലുള്ള രാഷ്ട്രീയ ഭാവി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതെങ്ങനെയെങ്കിലും നാളെ മറിയുമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. അപ്പോൾ വിജയുടെ NDA പ്രവേശനത്തെ സംബന്ധിച്ച് ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. വിജയ്ക്ക് NDA പ്രവേശനത്തിനായി തമിഴ്നാട്ടിലെ 80 സീറ്റുകളും ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നാണ് BJPയിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഒരു കൃത്യമായ കണക്കുകളല്ല, എന്നാലും 80 സീറ്റുകളും ഉപമുഖ്യമന്ത്രി സ്ഥാനവും. ഇതിൽ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലുകൾ ഉണ്ടാകാം. NDA പ്രവേശനത്തിന് വിജയ്
പരിപൂർണ സമ്മതത്തോടുകൂടി വരികയാണെങ്കിൽ. ഇതാണ് BJP നൽകിയിരിക്കുന്ന വാഗ്ദാനം. അപ്പോൾ ചോദിക്കാം, അതെങ്ങനെ BJP വാഗ്ദാനം നൽകും? AIADMK അല്ലേ തമിഴ്നാട്ടിലെ NDA മുന്നണിയിലെ മുഖ്യ കക്ഷി? സത്യമാണ്, ഫലത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ തീരുമാനം ഇത്തരത്തിലുള്ള സഖ്യകക്ഷിയിൽ ഏത് പാർട്ടി വരണം, ഏത് പാർട്ടി വേണ്ട, ആരൊക്കെ ആയിരിക്കണം പ്രധാന സ്ഥാനാർത്ഥികൾ എന്നുള്ളത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് വിജയ്ക്ക് മുൻപിൽ NDA വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ വാഗ്ദാനമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. വിജയ് NDAയ്ക്കൊപ്പം ചേരുമോ, അതോ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അതലപാതാളത്തിലേക്ക് സ്വയം പതിക്കുമോ, DMKയുടെ ചതിക്കുഴിയിൽ വീഴുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഏപ്രിൽ 23-ാം തീയതിയാണ് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ്. മെയ് 4-ാം തീയതി ഫലങ്ങൾ അറിയാം. ആര് വെല്ലും, ആര് വീഴും, ആര് വാഴും എന്നൊക്കെ കണ്ട് അറിയാം. കാത്തിരുന്ന് കാണാം. ആ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. നമുക്ക് വിശകലനങ്ങൾ നടത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ അറിഞ്ഞ് മുന്നോട്ട് പോകാം. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.